ഫ്രാൻസിൽ പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലേക്കോർണു രാജിവെച്ചതോടെ രാഷ്ട്രീയ പ്രതിസന്ധി. ഇന്നലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി 1 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ലേക്കോർണുവിന്റെ പ്രഖ്യാപനം. പ്രധാനമന്ത്രിയായി നിയമിതനായി 1 മാസം തികയുന്നതിന് മുൻപാണ് എല്ലാവരെയും ഞെട്ടിച്ച ഈ നീക്കം. അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഫ്രാൻസിൽ കഴിഞ്ഞ നാളുകളിലൊക്കെയും നമ്മൾ ആഭ്യന്തര പ്രക്ഷോഭം നടക്കുന്നതൊക്കെ കണ്ടു. അതിനുശേഷം ഇപ്പോൾ ഇതാ 1 മാസം തികയുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി തന്റെ പദം രാജിവെച്ചിരിക്കുന്നു. എന്താണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണം? ആര്യ, ഫ്രാൻസിനെ വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കടത്തിവിട്ടുകൊണ്ടാണ് പുതിയ ഈ രാജ്യം എന്ന് പറയുന്നത്. സെബാസ്റ്റ്യൻ ലെക്കോർണു വെറും 26 ദിവസങ്ങൾ മാത്രമാണ് അധികാരത്തിലിരുന്നത്. അദ്ദേഹം പുതിയ മന്ത്രിസഭയെ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ രാജി എന്നതും ശ്രദ്ധേയമാണ്. സെബാസ്റ്റ്യൻ ലെക്കോർണു പുതിയ മന്ത്രിസഭയെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൽ നിന്ന് വലിയ തോതിലുള്ള എതിർപ്പുകൾ ഈ മന്ത്രിസഭയ്ക്കെതിരെ വലിയ കടുത്ത ഭാഷയിൽ തന്നെ വരികയായിരുന്നു. പല പാർട്ടികളും ഈ പാർലമെൻറ്റ് പിരിച്ചുവിടണമെന്നും അതുപോലെ തന്നെ പുതിയ മന്ത്രിസഭയ്ക്കെതിരെ വോട്ട് ചെയ്യുമെന്നും ഒരു ഭീഷണി മുഴക്കിയിരുന്നു. ഈ ഭീഷണികൾ നിലനിൽക്കെയാണ് സെബാസ്റ്റ്യൻ ലെക്കോർണുവിൻ്റെ രാജി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് രാജിവെച്ചത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നിലവിൽ വ്യക്തമായിട്ടില്ല. കഴിഞ്ഞ മന്ത്രിസഭയിലെ ഇപ്പോൾ മുൻപ് നിലനിന്നിരുന്ന മന്ത്രിസഭയിലുള്ള പല പ്രമുഖരെയും നിലനിർത്തിക്കൊണ്ട് വളരെ കുറച്ച് പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ പുതിയ മന്ത്രിസഭ രൂപീകരിച്ചത്. ഇത്തരത്തിൽ മുൻപ് ഉള്ള ഈ ഫ്രാൻസിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ അതിനിടയാക്കിയിട്ടുള്ള മുൻ മന്ത്രിസഭയെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഈ പുതിയ നീക്കം അത് വലിയ തോതിലുള്ള ഒരു വിമർശനങ്ങൾ അത് പാർലമെന്റിൽ ശക്തമാക്കിയിരുന്നു. അതുമാത്രമല്ല, മാധ്യമങ്ങൾ വഴിയും ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷവും ഫ്രാൻസിലെ പ്രക്ഷോഭങ്ങൾക്ക് തടയിടാനായിട്ട് ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ലോകപ്രശസ്തമായ ഈഫിൽ ടവർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അടച്ചിടുന്ന ഒരു നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്നിരുന്നു. അതെല്ലാം ഇപ്പോൾ ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നതാണ്. ഈ പ്രക്ഷോഭങ്ങൾക്ക് ഒന്നും തന്നെ തടയിടാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, സാമ്പത്തികമായി എന്ത് തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്താനാണ് ഫ്രാൻസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു വ്യക്തമായിട്ടുള്ള പദ്ധതി ഉണ്ടെന്ന് ആയിരുന്നു സെബാസ്റ്റ്യൻ ലെക്കോർണു പറഞ്ഞിരുന്നത്. 2026 വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ബജറ്റിൽ ഇത്തരം ഫ്രാൻസിൻ്റെ പുതിയ ഒരു ചെലവ് ചുരുക്കൽ നയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് വലിയൊരു തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈയൊരു കാര്യങ്ങൾ ഫ്രാൻസിൻ്റെ പൊതുകടങ്ങളിൽ നിന്ന് ഒന്ന് മുന്നോട്ട് വരാനുള്ള പല നിർദ്ദേശങ്ങളും ഈ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ള തരത്തിലെല്ലാം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഈ പുതിയ ബജറ്റിൻ്റെ ഡ്രാഫ്റ്റ് ഉൾപ്പെടെ തയ്യാറാക്കാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ അവകാശവാദം ഉന്നയിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരുന്നതിനിടെയായിരുന്നു ഈ അപ്രതീക്ഷിത രാജി. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ രാജി സ്വീകരിച്ചതായിട്ടാണ് വിവരം. ഇമ്മാനുവൽ മാക്രോൺ തൻ്റെ ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പ്രതിരോധ മന്ത്രിയായിട്ടുള്ള സെബാസ്റ്റ്യൻ ലെക്കോർണുവിനെ ഈ പ്രധാനമന്ത്രിയാക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രതീക്ഷകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിയ അവകാശവാദത്തോടെയാണ് ഈ പുതിയ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നത്. എന്നാൽ സെബാസ്റ്റ്യൻ പ്രധാനമന്ത്രി ആയപ്പോഴും വിമർശനങ്ങൾ നിലനിന്നിരുന്നു. ഈ ഇമ്മാനുവൽ മാക്രോൺ അപ്പോഴും തൻ്റെ വിശ്വസ്തരെ മാത്രമാണ് ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാതെ രാജ്യത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള പുതിയ നീക്കങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം വിമർശനം ഉന്നയിച്ചിരുന്നു. ഫ്രാൻസിൽ ഇപ്പോഴും ടിക്ടോക്ക് വഴിയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രചരണം നടത്തി വലിയ തോതിലുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഈഫിൽ ടവർ ഉൾപ്പെടെ അടച്ചിടുന്ന സാഹചര്യമുണ്ട്. കനത്ത രീതിയിൽ തന്നെ ഈ പ്രതിഷേധം തുടരുകയാണ്. അതിൻ്റെ ഇടയിലാണ് പൊളിറ്റിക്കലായിട്ടുള്ള ഈ പുതിയ പ്രതിസന്ധി മുന്നോട്ട് നീങ്ങുന്നത്. ആര്യ, അജയ് സുധാ ബിജു ആണ് വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.